ഫിഷറീസ് എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ നോക്കുമ്പോൾ മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ മത്സ്യഫെഡ് സ്ഥാപിതമായത് 1984-ലാണ്. പിന്നെ നമുക്കറിയാം കുഫോസ് ഉണ്ട്. എന്താണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്, അതുപോലെ തന്നെ CMFRI, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് രണ്ടും ആസ്ഥാനം വരുന്നത് എവിടെയാണ്? കൊച്ചിയാണെന്നുള്ള ഒരു കാര്യം നോട്ട് ചെയ്യുക. ഇത് മിക്കപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു കാര്യമാണ് CMFRIയുടെ ആസ്ഥാനം. ദെൻ മത്സ്യകൃഷി വ്യാപനം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പദ്ധതിയുടെ പേരാണ് മുറ്റത്തൊരു മീൻതോട്ടം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മത്സ്യകൃഷി വ്യാപനം. അതുപോലെ ഉൾനാടൻ മത്സ്യസമ്പത്തിൻ്റെ ആ ഒരു വളർച്ചയ്ക്കും ഡെവലപ്മെൻറ്റിനും വേണ്ടി വന്ന ഒരു പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും. ഓക്കെ, അപ്പോൾ ഉൾനാടൻ മത്സ്യസമ്പത്താണെങ്കിൽ ഒരു നെല്ലും ഒരു മീനും, മത്സ്യകൃഷിയുടെ മൊത്തത്തിലുള്ള ഒരു വ്യാപനമാണെങ്കിൽ മുറ്റത്തൊരു മീൻതോട്ടം. അതുപോലെ പ്ലാസ്റ്റിക് രഹിതമായിട്ടുള്ള ഒരു പദ്ധതി, അതാണ് ശുചിത്വ സാഗരം സുന്ദരതീരം. ഓക്കെ, ശുചിത്വ സാഗരം സുന്ദരതീരം എന്നുള്ളത് പ്ലാസ്റ്റിക്കിനെതിരെ വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. ദെൻ കമ്മ്യൂണിറ്റി ഫിഷറീസ് പ്രൊജക്റ്റ് ഉണ്ട്. നമുക്കറിയാം നീണ്ടകരയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഫിഷറീസിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉള്ളത്. അത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ്? നോർവേയുടെ സപ്പോർട്ടോടു കൂടിയാണ് നീണ്ടകരയിൽ ഈ കമ്മ്യൂണിറ്റി ഫിഷറീസ് പ്രൊജക്റ്റ് നിലവിൽ വന്നത്. അതിനുശേഷം മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഒരു പ്രത്യേക പദ്ധതിയുണ്ട്. ഏതാണ്? പുനർഗേഹം എന്ന് പറയുന്ന ഒരു പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുനർഗേഹം പദ്ധതി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിൽ ഈ മത്സ്യങ്ങളുടെ ഫിഷ് മാർക്കറ്റിലും മറ്റുമുള്ള അവരുടെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ഭക്ഷ്യവകുപ്പിൻ്റെ കീഴിൽ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി. ഓക്കെ, ഓപ്പറേഷൻ സാഗർ റാണി. ദെൻ മത്സ്യഫെഡിൻ്റെ മൊബൈൽ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അതാണ് അന്തിപ്പച്ച. അന്തിപ്പച്ച എന്ന് പറയുമ്പോൾ എന്താണ്? മത്സ്യഫെഡിൻ്റെ മൊബൈൽ ഫിഷ് മാർക്കറ്റാണ്. ദെൻ ഏറ്റവും കൂടുതൽ ഫിഷർമാൻ എവിടെയാണുള്ളത്? ഏറ്റവും കൂടുതൽ ഫിഷർമാൻ ഉള്ളത് തിരുവനന്തപുരത്താണ്. ദെൻ പക്ഷെ പ്രൊഡക്ഷൻ എവിടെയാണ് കൂടുതൽ? പ്രൊഡക്ഷൻ നാട്ടത് പ്രൊഡക്ഷൻ കൂടുതലുള്ളത് എറണാകുളത്താണ്. ഏറ്റവും കൂടുതൽ ഫിഷർമെൻ ഉള്ളത് തിരുവനന്തപുരത്താണ്. അതായത് മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം കൂടുതലുള്ളത് തിരുവനന്തപുരത്തും, പക്ഷെ മത്സ്യത്തിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ഉൽപ്പാദനം കൂടുതലുള്ളത് എറണാകുളത്തുമാണ്. ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രം എന്ന് പറയുന്നത് നീണ്ടകരയാണ്, കൊല്ലം. നമ്മുടെ മൊത്തം ജനസംഖ്യയുടെ, കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 3.1% മത്സ്യത്തൊഴിലാളികളാണുള്ളത്. അതുപോലെ കേരളത്തിൽ എത്ര മത്സ്യഗ്രാമങ്ങളുണ്ട്? മത്സ്യബന്ധന ഗ്രാമങ്ങൾ 222. ഇത് എന്ന് പറയുമ്പോൾ കോസ്റ്റൽ ഗ്രാമങ്ങളാണ് കേട്ടോ. തീരദേശത്തുള്ള 222 വില്ലേജസ് ഉണ്ടെങ്കിൽ ഉൾനാടൻ പ്രദേശത്ത് 113 ഗ്രാമങ്ങളാണുള്ളത്. ദെൻ കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന അല്ലെങ്കിൽ ടൂറിസം ഗ്രാമമായിട്ട് വന്നത് നമ്മുടെ കുമ്പളങ്ങിയാണ് എന്നുള്ള കാര്യം